നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ആഘോഷത്തിലാണ് ദിലീപിന്റെ ആരാധകർ. മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചുമെല്ലാമാണ് അവർ ഇന്ന് ആഘോഷം നടത്തിയത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദിലീപിനെ വീണ്ടും മലയാള സിനിമയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവരും തുടങ്ങിക്കഴിഞ്ഞു. കേസിൽ പ്രതിയാക്കപ്പെടുന്നതിന് മുമ്പ് ദിലീപ് ഭാഗമായിരുന്ന ഫെഫ്ക, അമ്മ തുടങ്ങിയ സംഘടനകളെല്ലാം ഇത്തരത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് വിവരം. കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ തുടരുന്നതിൽ തടസ്സമില്ല എന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട കോടതി ഒരാൾ കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൗലിക അവകാശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദിലീപിന്റെ അംഗത്വത്തെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിധിന്യായത്തിലേക്ക് എത്തിയ സാഹചര്യം ഫെഫ്ക വിശദമായി പഠിക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ദിലീപിന് സംഘടനയിൽ തിരികെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഫെഫ്ക നിലപാട് അറിയിച്ചതിന് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനവുമായി നിർമ്മാതാക്കളുടെ സംഘടനയും രംഗത്ത് വന്നു കഴിഞ്ഞു. കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ദിലീപ് കത്ത് നൽകിയാൽ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ബി രാഗേഷ് പറഞ്ഞു. ദിലീപ് നിരപരാധി എന്ന് തന്നെ കരുതുന്നു. ഇന്നത്തെ വിധിയെ നല്ലതായി കാണുന്നു. കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതിനാൽ സംഘടനയിലേക്ക് തിരിച്ചെടുക്കും. ദിലീപിന്റെ കത്ത് കിട്ടിയാൽ സംഘടനയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ദിലീപ് നിലവിൽ സംഘടനയിൽ നിന്ന് സസ്പെൻഷനിലാണെന്നും ബി രാഗേഷ് പറഞ്ഞു. അതേസമയം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കോടതി വിധിയും ചർച്ച ചെയ്തുവെന്നാണ് വിവരം. പ്രസിഡന്റ് ശ്വേതാ മേനന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. അതിനിടെ കോടതി വിധി സ്വാഗതം ചെയ്ത് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ രംഗത്ത് വന്നു. ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തിപരമായ വിശ്വാസമെന്നും കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും ലക്ഷ്മി പ്രിയയും പ്രതികരിച്ചു. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടന തന്നെ അറിയിക്കുമെന്ന് ലക്ഷ്മി പ്രിയ കൂട്ടിച്ചേർത്തു. സ്വപ്ന സമാനമായ ഉയരത്തിൽ നിന്നാണ് ദിലീപ് താഴേക്ക് പതിച്ചത്. സീനിയോറിറ്റിയിൽ മലയാള സിനിമയിലെ 5 സൂപ്പർ താരങ്ങളിൽ 5-ാമനായിരുന്നെങ്കിലും സിനിമയ്ക്കുള്ളിലെ സ്വാധീനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തൊട്ടു താഴെയോ ഒരു വേള അതിനു മുകളിലോ ആയിരുന്നു ദിലീപ്. സൂപ്രധാന ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ പരാജയപ്പെടുമ്പോഴും തന്റെ സിനിമകളിലൂടെ തിയേറ്ററിൽ ആളെ നിറച്ചിരുന്നു ദിലീപ്. കുറ്റാരോപിതനാകുന്നതിന് തൊട്ടു മുൻപ് വരെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു. മിമിക്രി താരം, സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നതിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്കും അവിടെ നിന്ന് സഹനടനിലേക്കും നടനിലേക്കും സൂപ്പർ താരത്തിലേക്കും വളർന്ന നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, ഹോട്ടൽ സംരംഭകൻ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നിങ്ങനെ സിനിമയുടെ സർവ്വതലങ്ങളിലേക്കും വളർന്നയാളായിരുന്നു ദിലീപ്. മലയാളികളുടെ പ്രിയ നടി മഞ്ജു വാര്യരുടെ പങ്കാളി എന്ന നിലയിലും ദിലീപിനോട് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ 2014 ശേഷം ദിലീപിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ആ വർഷമാണ് മഞ്ജുവും ദിലീപും സംയുക്തമായി വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങിയത്. ഏറെ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ 17 വർഷത്തെ ദിലീപ് മഞ്ജു ദാമ്പത്യത്തിന് വിരാമമായത് 2015-ലാണ്. ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള കാവ്യ മാധവനെ ചേർത്ത് നിർത്തിയുള്ള വഴിവിട്ട ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. 2016 നവംബറിൽ കാവ്യ മാധവനും ദിലീപും വിവാഹിതരായി. 2017 ഫെബ്രുവരിയിലാണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത്. പിന്നാലെ ഈ കേസിൽ ദിലീപ് പ്രതിയാകുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ദിലീപിനെ മലയാള സിനിമാ സംഘടനകളിൽ നിന്നും പുറത്താക്കിയായിരുന്നു. പിന്നീടിറങ്ങിയ ദിലീപ് ചിത്രങ്ങളിൽ രാമലീല ഒഴികെ ഒന്നുപോലും തിയേറ്ററിൽ ചലനം ഉണ്ടാക്കുകയും ചെയ്തില്ല. കേസിൽ കുറ്റവിമുക്തനായതോടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ദിലീപ്. റിലീസിനൊരുങ്ങുന്ന ബബ്ബ എന്ന സിനിമ ദിലീപിന്റെ തിരിച്ചുവരവായി ഇതിനോടകം ആരാധകർ വിധി എഴുതി കഴിഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവം വരുന്നതിന് മുൻപേ ദിലീപ് ചിത്രം ബബ്ബ ടീഷർട്ട് പ്രിന്റുമായി അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. അടുത്തതായി പുറത്തു വരാനിരിക്കുന്ന ദിലീപ് ചിത്രമാണ് ബബ്ബ. ഷർട്ട് പ്രിന്റ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 3 ദിവസങ്ങൾക്ക് മുൻപ് ഷർട്ട് പ്രിന്റ് ചെയ്യുന്ന ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത്. ദിലീപ് കുറ്റവിമുക്തനാകും എന്ന് ഒരുപക്ഷെ കാലക്കുട്ടി കണ്ടുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കമുണ്ടായതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ എന്നിവരാണ് ബബ്ബയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദിലീപിന്റെ ബബ്ബയിൽ അതിഥി വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നതെന്നും വിവരമുണ്ട്. ഏറ്റവും പുതിയ ടീസറും ഇത് സ്ഥിരീകരിക്കുന്നു.